ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇതെൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഈവനിങ് ടൈമാണ്. എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണുള്ളത് 7 to 7. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളും ഉണ്ട് ഇന്ന്. അപ്പം എന്നെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞ കാരണം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ആൾ വന്ന് എന്നെ പിക്ക് ചെയ്തു. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സമ്മറായി, ഒരു 6:30 ടൈമൊക്കെ കഴിഞ്ഞു. എന്നാലും സ്റ്റിൽ നല്ല വെയിലുണ്ട്. പിന്നെ ഹോമിലെത്തി ഞാനൊരു കാപ്പി കുടിച്ചാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു 10 മിനിറ്റും കൂടെ ടൈമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ജാക്കറ്റൊക്കെ അവിടെ വെച്ചു. കെറ്റിലിൽ വെള്ളം ചൂടാക്കിയിട്ട് ഒരു കോഫി കഴിച്ചിട്ട് കയറാമെന്ന് ഓർത്തു. നമുക്കൊരു എനർജിയൊക്കെ വേണമല്ലോ. പിന്നെ ഞാൻ ചായ കാപ്പി വലിയ ഫാനല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫ്ലൂയിഡായിട്ട് വേണമല്ലോ എന്നോർത്ത് ഞാൻ ഭയങ്കര ലൈറ്റായിട്ടാണ് ചായ അല്ലെങ്കിൽ കാപ്പി എടുക്കുന്നത്. അതിങ്ങനെ ഇടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കും. എനിക്കിങ്ങനെ വെറുതെ വെള്ളം കുടിക്കുമ്പം എനിക്കധികം കുടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ്സൊക്കെ ആവുമല്ലോ എന്ന് ഓർത്തങ്ങ് കുടിക്കുന്നത്. പിന്നെ ബ്രേക്ക് ടൈമിലും ലൈറ്റായിട്ട് ചായ അല്ല കാപ്പി ഇങ്ങനെ കുടിക്കും. ഏകദേശം ഷിഫ്റ്റിന് കയറാൻ വേണ്ടിയിട്ടുള്ള തിരക്കൊക്കെ ആയി. ഡേ സ്റ്റാഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഹാൻഡ് ഓവറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങും. അപ്പോൾ നൈറ്റ് സ്റ്റാഫ് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ പതുക്കെ ഒരു കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റാഫ് റൂമിൽ ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഷിഫ്റ്റിന് കയറി ആ വീഡിയോസൊന്നും ഞാൻ എടുക്കത്തില്ല. നമുക്ക് ഫോൺ അലൗഡ് അല്ല. ഇതിപ്പോൾ ബ്രേക്ക് ടൈമാണ്. അപ്പോഴും ഞാൻ ചെറുതായിട്ടൊരു ഡ്രിങ്ക് എടുത്തു. പിന്നെ ഞാൻ ഇന്നൊരു ട്യൂണ കുക്കുംബർ സാൻഡ്വിച്ചാണ് എടുത്തത്. ചിലപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോകും. അങ്ങനെ ബ്രേക്ക് ടൈമും നമ്മുടെ ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി ഇത് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരി എന്നെ പിക്ക് ചെയ്തെടുത്ത് തന്നെ എന്നെ ഡ്രോപ്പും ചെയ്യും. പിന്നെ അവിടുന്ന് ഹസ്ബൻഡ് വന്ന് റൂമിലോട്ട് എന്നെ കൊണ്ടുപോകും. അപ്പോൾ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തു. ഞാൻ ഹസ്ബൻഡ് നിൽക്കുന്ന അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഈ ഒരു ഏരിയയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട് പോലെയൊക്കെ തന്നെ ഫീൽ ചെയ്യും കേട്ടോ. ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ സമ്മർ ആയതിൻ്റേതായ ഒരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂക്കളൊക്കെ ഉണ്ട്. സ്പ്രിങ് അല്ലേ, നല്ല പൂക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ 2-3 ദിവസമായിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരു ദിവസം നല്ല മഴയൊക്കെ ആയിരുന്നു. ഞാൻ കാറിൽ കയറി. ഹസ്ബൻഡ് വന്ന് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആൾ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചെന്ന് പറഞ്ഞു. ഇവിടുന്ന് അധികം ദൂരമില്ല നമ്മുടെ റൂമിലോട്ട്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. ആളെനിക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അത് നോക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മുടെ റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. അവിടുന്ന് നടന്നു വരാനാണെങ്കിൽ കുറച്ച് അധികം ദൂരമുണ്ട്. കാറിനാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങ് എത്തും. നടക്കാനാണെങ്കിൽ ഒരു 1 hour അടുത്ത് തന്നെ എടുക്കും ചിലപ്പം. ഞാൻ പിന്നെ പല്ലൊക്കെ തേച്ചു, കുളിച്ച് ഫ്രഷായി. ഇനി ഫുഡ് കഴിക്കണം. അപ്പം ഞാൻ വരാൻ നേരം ആളും ഷിഫ്റ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഫുഡെല്ലാം ചൂടാക്കുന്നുണ്ട്. അപ്പം എനിക്ക് പിന്നെ വലിയ പണിയില്ല. അപ്പം ഞാൻ കുളിച്ച് വന്നു. ഞാൻ ചോറുണ്ടു. ആൾ ബട്ടർ ചിക്കൻ അങ്ങനെ എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി കഴിച്ചു. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. വേറെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രമേ ഞാനത് കഴിക്കത്തുള്ളൂ. ക്ലീനിങ് ഞാൻ പിന്നെ ചെയ്തു. ഞാൻ പാത്രമെല്ലാം കഴുകി വെച്ചു. പിന്നെ ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് നേരെ കിടന്നുറങ്ങാമല്ലോ. അങ്ങനെ ഇപ്പോൾ നൈറ്റ് ആൾക്ക് ഷിഫ്റ്റ് ഉണ്ട്, എനിക്കിന്ന് ഓഫാണ്. ഞാൻ പിന്നെ ഓർത്ത് ഒരു ഐസ്ക്രീം കഴിച്ചുകൊണ്ടൊക്കെ കിടക്കാമെന്ന്. വല്ലപ്പോഴും ആണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത്. ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് എന്തെങ്കിലും മധുരം തിന്നാനുള്ള ഒരു ക്രേവിങ്സ് വരും. നല്ലൊരു ഡയറി മിൽക്കിൻ്റെയൊക്കെ ഒരു ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ നന്നായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. ഉറക്കം കഴിഞ്ഞ് ഞാൻ എണീറ്റു. ആളപ്പോഴത്തേക്ക് ഷിഫ്റ്റിന് പോയി കേട്ടോ. അത് കാരണം എനിക്ക് പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയല്ലോ. അപ്പോൾ കുറേ നേരം കൂടി ഇങ്ങനെ കിടന്നു. പിന്നെ നൈറ്റായപ്പോൾ ഞാൻ എണീറ്റു. ഒരു 2 മണി 3 മണിയൊക്കെയാണ് ഞാൻ എണീറ്റപ്പം. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ എൻ്റെ കുക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. കാരണം ഇനി എനിക്കൊരു 3-4 ദിവസം അടുപ്പിച്ച് ഷിഫ്റ്റാണ്. അപ്പോൾ ആ ദിവസത്തേക്കുള്ള കുക്കിങ്ങൊക്കെ ഞാനങ്ങ് ചെയ്ത് വെച്ചു. ചിക്കൻ കറി ഉണ്ടാക്കി, പയർ തോരൻ വെച്ചു. പിന്നെ അത് മീൻ കറി. അപ്പം ഓരോ ദിവസം നമ്മൾ ഓരോ കറികളൊക്കെ എടുത്ത് കഴിക്കാമല്ലോ. പിന്നെ ഞാൻ ഈ ചിക്കൻ തണുപ്പ് പോകാൻ വെച്ചത് ഓർത്തില്ലായിരുന്നു. പിന്നെയാണ് ഞാനിത് കണ്ടത്. കുറച്ച് ചിക്കൻ ലെഗ്സ് അത് ഞാൻ ഓവനിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആട്ടോ നമുക്ക് ഷിഫ്റ്റ് ഉള്ള ദിവസം പോകുന്നത്. പിന്നെ 2 പേർക്കും ഓഫ് ഉള്ളപ്പോൾ ആയിരിക്കും നമ്മൾ എവിടെയെങ്കിലും ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങും. പിന്നെ ഇവിടെ ഈ പണി നടക്കുന്ന കാരണം പുറത്ത് ബാൽക്കണിയിലൊന്നും ഇപ്പം നിൽക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ. ഇനിയും വീഡിയോസൊക്കെ ആയിട്ട് വരാം. ടാറ്റാ.